നമസ്കാരം. ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഹോർമോൺ ചികിത്സ. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തിന് തൊട്ടു മുമ്പും ആർത്തവ വിരാമത്തിന് ശേഷവും വരുന്ന ശാരീരികമായ വ്യതിയാനങ്ങൾ പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ആർത്തവ വിരാമത്തിന് മുമ്പാണെങ്കിൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കൊണ്ട് മാനസികമായി പിരിമുറുക്കങ്ങളുണ്ടാവാം. ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ചൂട് വന്നു പോകുന്നതാവാം. നൈറ്റ് സ്വെറ്റ്സ്, രാത്രിയിൽ അകാരണമായി വിയർക്കുക, മൂഡ് വ്യത്യാസങ്ങൾ വരിക, ഒരാവശ്യവുമില്ലാതെ കുടുംബാംഗങ്ങളോട് ദേഷ്യപ്പെടുക. ചുരുക്കം പറഞ്ഞാൽ കുടുംബ അന്തരീക്ഷം തന്നെ കലുഷിതമാക്കി തീർക്കുന്ന രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ആർത്തവ വിരാമത്തിന് ശേഷമാണെങ്കിൽ ലൈംഗിക ഹോർമോണുകളുടെ അളവ് തീരെ ഇല്ലാതായിട്ട് പലവിധ രോഗങ്ങൾക്കും അടിമയാവേണ്ടി വരുന്നു. അത് മാസമുറയുടെ വ്യത്യാസങ്ങൾ നിന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ തുടങ്ങുന്നതാണ് പലതും. മൂത്രാശയ സംബന്ധമായ അണുബാധകളായിട്ടായിരിക്കാം വരുന്നത്. തൊലിപ്പുറമെയുള്ള ചൊറിച്ചിൽ, അകാരണമായിട്ടുള്ള നിയന്ത്രിക്കാനാവാത്ത ചൊറിച്ചിലായിട്ടായിരിക്കാം വരുന്നത്. പിന്നെ അതുകൂടാതെ ആന്തരാവയവങ്ങളിലുള്ള മുഴകളാവാം, ക്യാൻസർ ആവാം. ഇങ്ങനെ പലതോതിലുള്ള വ്യത്യാസങ്ങളും ഹോർമോൺസ് നിന്ന് കഴിഞ്ഞാൽ വരാം. അപ്പോൾ ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ഹോർമോൺസിൻ്റെ കുറവിന് ആധുനിക ശാസ്ത്രം പറയുന്നത് ഹോർമോൺ ചികിത്സയാണ്. ഹോർമോൺ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് നാച്ചുറലായിട്ടുള്ള പ്രകൃതിപരമായി കിട്ടുന്ന ഹോർമോൺസിനെ കുറിച്ചാണ്. ഫൈറ്റോ ഈസ്ട്രജൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉള്ള ഒരുപാട് ആഹാര സാധനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നാടൻ പച്ചക്കറികളായ ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, ഇതെല്ലാം ഫൈറ്റോ ഈസ്ട്രജൻസ് ധാരാളമുള്ളതാണ്. പേരയുടെ കുരുക്കൾ, ആപ്പിളിൻ്റെ കുരു, ഇതിലെല്ലാം ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. കൂടാതെ ബീൻസ്, ക്യാരറ്റ് തുടങ്ങിയ സോയാബീൻസ് ഒരിക്കലും മറക്കരുത്. ഇതിലൊക്കെ ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലം കുറച്ചേ ഉള്ളൂ. എന്നാൽ അതിന് തീരെ ദോഷമില്ലാത്ത ചികിത്സയാണ് ഫൈറ്റോ ഈസ്ട്രജൻ ചികിത്സ. ഇത് കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിയായുള്ള ഹോർമോൺ ചികിത്സയാണ്. അതിന് പ്രധാനമായും ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. ഗർഭപാത്രം ഉള്ളവർക്കാണെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തെറാപ്പി വേണം. ഗർഭപാത്രം എടുത്തവർക്കാണെങ്കിൽ ഈസ്ട്രജൻ ചികിത്സ മാത്രം മതി. ഇത് പറയുമ്പോൾ ഈ ഹോർമോൺ ചികിത്സകൾ തീർത്തും അപകടരഹിതമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഹോർമോൺ ചികിത്സയ്ക്ക് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ഡോക്ടർമാർ ചില പരിശോധനകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കും. അതെല്ലാം ചെയ്തതിന് ശേഷം തീർത്തും അപകടരഹിതമാണ് നമുക്ക് ഹോർമോൺ ചികിത്സ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതായത് രക്തത്തിൻ്റെ ഞരമ്പുകളിൽ ചിലപ്പോൾ ക്ലോട്ട് ഉണ്ടാവാം, ഹൃദയസ്തംഭനത്തിന് സാധ്യതയുണ്ടാവാം, ക്യാൻസർ സാധ്യതയുണ്ടാവാം. ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത നമുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനായി പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് നോക്കേണ്ടി വന്നേക്കാം, കരളിൻ്റെ ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്തേക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാവാവുള്ളൂ. ഈ ഹോർമോൺ ചികിത്സകൾക്ക് ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോണുമുണ്ട്. ഇത് സാധാരണയായി എത്ര കാലം എടുക്കാമെന്നുള്ളൊരു ചോദ്യം രോഗികൾക്ക് അറിയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും ഹോർമോൺ ചികിത്സ ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാലും അതിൻ്റെ കൂടെയുള്ള ചില ദോഷഫലങ്ങൾ കണക്കിലെടുത്ത് നമ്മൾ സാധാരണഗതിയിൽ ഏതാണോ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന രോഗം അതനുസരിച്ച് ഹോർമോൺ ചികിത്സ നിയന്ത്രിതമാക്കാറുണ്ട്. ഉദാഹരണത്തിന് മൂത്രാശയ സംബന്ധമായ അണുബാധകൾ പോലുള്ള കഷ്ടപ്പാടാണ് എങ്കിൽ ഒരു 20 ദിവസമൊക്കെയുള്ള വളരെ ഷോർട്ട് കോഴ്സായിട്ടുള്ള ഹോർമോൺ ചികിത്സ മതി. എന്നാൽ അതല്ലാതെ എല്ലുകളുടെ സംരക്ഷണം, മൂഡ് വ്യത്യാസങ്ങൾ, മറ്റുള്ള മാനസികമായ പിരിമുറുക്കങ്ങൾ, ഇതൊക്കെയാണെങ്കിൽ കുറേ അധികം നാൾ കഴിക്കേണ്ടി വരാം. സാധാരണഗതിയിൽ ഒരു 3 മാസം അടുപ്പിച്ച് ഈസ്ട്രജൻ കൊടുത്തതിന് ശേഷം ആഴ്ചയിൽ 2 ദിവസമായിട്ടോ 1.5 ദിവസമായിട്ടോ ഒരു 3 മാസം കൂടി ഹോർമോൺ കഴിച്ച് നിർത്തുവാനാണ് നമ്മൾ സാധാരണ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഹോർമോൺ ചികിത്സയുടെ ആവശ്യകതയെക്കുറിച്ച് ഒരു ആമുഖം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് ഒരിക്കൽ പറയാവുന്നതാണ്.